പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെയധികം രുചികരവും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വിഷുവിന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ വിഷുവിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേറ്റീവ്സിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പായസം. ഒന്ന് കണ്ടു നോക്കിയാലോ. റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. 1 കപ്പ് അളവിൽ റാഗി കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഈ റാഗി നമ്മൾ അരച്ചെടുക്കുന്നത് തേങ്ങയുടെ 3-ാം പാല് ചേർത്തിട്ടാണ്. 2 കപ്പ് അളവിൽ തേങ്ങയുടെ 3-ാം പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവ ചേർത്തിട്ടാണ് ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്. വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് പകരം നമ്മൾ തേങ്ങയുടെ പാല് ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഈ പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 തേങ്ങ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു റാഗിയുടെ കൂട്ട് നമുക്ക് അരിച്ചെടുക്കുകയും കൂടെ വേണമല്ലോ. അവയെല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ്. എടുത്തു വെച്ചിരുന്ന റാഗി മുഴുവനും ആ തേങ്ങാപ്പാലിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏതു പാത്രത്തിലാണോ നമ്മൾ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. 1-2 കാര്യങ്ങളൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. പായസത്തിലോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൗവരിയാണ്. 1/4 കപ്പ് അളവിൽ ചൗവരി ഞാൻ 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇത് നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ ശർക്കരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ശർക്കരയിലോട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഈ അളവിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഓവറായിട്ടുള്ളൊരു മധുരം ഈ പായസത്തിനില്ല. നോർമൽ രീതിയിലുള്ളൊരു മധുരം മാത്രമേ കാണുകയുള്ളൂ. വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ വിവിധ തരം പായസം തയ്യാറാക്കി എടുക്കാറുണ്ട്. റാഗി വെച്ചിട്ട് നിങ്ങൾ പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസം തന്നെയാണ്. ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കണം. ഇനി ചൗവരിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. ചൗവരിയും വെന്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണമല്ലോ. ആ ഒരു രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. നമ്മൾ ചൗവരിയൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ചൗവരിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെയധികം ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വയറിനൊക്കെ ആണെങ്കിലും ചൗവരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ലതുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചൗവരിയും വെന്ത് വന്നപ്പോൾ ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇത് ഇനി നമുക്ക് 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകി അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളയണം. പായസം തയ്യാറാക്കി എടുക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അടുപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന റാഗി ഇനി ആദ്യം നമുക്ക് കുറുക്കിയെടുക്കണം. നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ അത് അരച്ചെടുത്തേക്കുന്നത്. കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനും. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. റാഗിയൊക്കെ വെന്ത് കിട്ടുകയും വേണം. അതുകൊണ്ട് ചെറിയ തീയിൽ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ റാഗി ഇല്ല എന്നുണ്ടെങ്കിൽ റാഗി പൗഡർ വെച്ചിട്ടാണെങ്കിലും ഈ പായസം തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് അളവിൽ റാഗി പൗഡർ എടുത്താലേ നമുക്കൊരു 3-4 പേർക്ക് കുടിക്കാനുള്ള പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റാഗി പൗഡറാണ് എടുക്കുന്നതെങ്കിലും 3-ാം പാലിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കുറുക്കിയെടുക്കേണ്ടതുണ്ട്. 2 രീതിയിലായാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. റാഗി പൗഡറിലാവുമ്പോൾ അരച്ചെടുക്കുന്ന അത്രയും സമയം നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റാഗിയൊക്കെ കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ഉണ്ടല്ലോ, 2-3 തവണ ഞാനതൊരു തണുത്ത വെള്ളത്തിൽ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ ശേഷമാണ് അതും കൂടെ നമ്മൾ ഈ കുറുകി വന്ന റാഗിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചൗവരിയും ആ റാഗി കുറുക്കിയതും കൂടെ ഇനി ഒരുപോലെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഇളക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാറ്റുകയാണ്. ഇനി ഇവ 3ഉം കൂടെ നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. ശർക്കര പാനിയിലെ വെള്ളമൊക്കെ വറ്റി റാഗിയിലും അതുപോലെ തന്നെ ചൗവരിയിലും ഒക്കെ ഒന്ന് പിടിച്ചു വരണം. ചെറിയ തീയിൽ തന്നെ ഇളക്കി നമ്മൾ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുകയും വേണം. എന്നാലേ അതിലോട്ട് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ശർക്കര പാനി നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് തന്നെ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് അതൊന്നും മിക്സായി കിട്ടത്തില്ല. ഒരു ലേശം നേരം എടുക്കുമ്പോഴേ ആ ശർക്കര പാനി അതിലോട്ടൊക്കെ ഒന്ന് പിടിച്ചു വരികയുള്ളൂ. തേങ്ങാപ്പാലിലൊക്കെ അരച്ച് നമ്മൾ കുറുക്കിയാണല്ലോ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. റാഗി ആകുമ്പോൾ കുറച്ചും കൂടെ കുറുകും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചവ്വരി ചേർത്തത് കൊണ്ട് കുറച്ചും കൂടെ കുറുകും. അപ്പോൾ നമ്മൾ ഇച്ചിരി ലൂസായ കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കി എടുക്കാനും.
ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കിന് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് തന്നെ ഇളക്കിയെടുക്കണം. 2ാം പാലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് അതും നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം. ഒത്തിരി അങ്ങ് കുറുകണ്ട, ചെറിയ രീതിയിലൊന്ന് കുറുകി കിട്ടി കഴിയുമ്പോൾ നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി ചെറിയ രീതിയിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കി വേണം നമ്മളിത് കുറുക്കിയെടുക്കാനും. മധുരമായതുകൊണ്ട് 1 നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി പായസത്തിനൊരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചുക്കും ജീരകവും ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ച ആ ഒരു കൂട്ടാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ അളവിൽ. ഇനി തേങ്ങയുടെ 1ാം പാൽ ഒരു 1/2 കപ്പ് അളവിൽ തിക്കായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. 1ാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കുറച്ച് നട്ട്സും കൂടെ നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രുചി കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും പായസത്തിന്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് കാഷ്യൂനട്ട് മാത്രമേ ഞാൻ മൂപ്പിച്ച് ചേർക്കുന്നുള്ളൂ. നമുക്ക് പീനട്ടും റൈസൻസും ഒക്കെ ചേർത്ത് മൂപ്പിച്ച് ചേർക്കാവുന്നതാണ് പായസത്തിലോട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പ്രത്യേക ക്വാണ്ടിറ്റി ഒന്നും ഇല്ല അതിന്. മൂപ്പിച്ചെടുത്ത കശുവണ്ടിയും ആ നെയ്യും കൂടെ നമ്മുടെ പായസത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം തന്നെയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നല്ല കിഡു ടേസ്റ്റ് ആയിട്ടുള്ള പായസം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പശുവും പാൽ ചൂടാക്കി ചേർത്താലും മതി. നമ്മളൊരു പാൽപ്പായസമൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാണാനും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു തവണ കുടിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കുടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു പായസം തന്നെയാണ്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. റാഗിയുടെ കൂടെ ചൗവരിയും കൂടെ ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു തവണ നമ്മൾ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവച്ചത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.